അവനാണ് നമുക്ക് ഇങ്ങനെ ഇസ്ലാം മതത്തിൽ വരാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ തമിഴ്നാട്ടിലെ തൃശ്ശിനാപള്ളിയിൽ ജീവിച്ചിരുന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനും തൻ്റെ സഹധർമ്മിണിക്കും ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞിൻ്റെ പേര് പാർത്ഥിയൻ. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രനാണ് പാണ്ഡ്യൻ. രണ്ടുപേർക്കും 5-6 വയസ്സ് പ്രായം. അവരുടെ കളിക്കൂട്ടുകാരെല്ലാം ഇസ്ലാം മത വിശ്വാസികളാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു റമദാൻ മാസത്തിൽ, റമദാൻ 14-ൻ്റെ അന്ന് നോമ്പിന്, അവർ രണ്ടുപേരും തൊപ്പി ധരിച്ചുകൊണ്ട് പള്ളിയിൽ പോയി അവിടെ നിന്ന് ചീരണിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്ത് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവരുടെ അച്ഛൻ പറയുകയാണ്, മോനെ, നമുക്കിത് പറ്റില്ല, ഇങ്ങനെ തൊപ്പിയൊന്നും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നീ ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോ, അതിന് കുഴപ്പമില്ല, പക്ഷേ നീ ഇത് ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ മതം ഹിന്ദു മതമല്ലേ, നമുക്കതൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല, നമുക്കിങ്ങനെ തന്നെ പോവാം. അങ്ങനെ ഈ 2 കുട്ടികളും തൊപ്പിയൊക്കെ ധരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു. അതിന് ശേഷം ആ കുട്ടി പറഞ്ഞു, നമുക്കിനി ഇസ്ലാം മതം സ്വീകരിക്കാം, നമുക്ക് മുസ്ലിം ആവാം. ചെറിയ കുട്ടിയാണ്, 6 വയസ്സൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇസ്ലാം സ്വീകരിക്കാം, നമുക്ക് അപ്പ അമ്മ നമുക്കെല്ലാവർക്കും ഇസ്ലാം സ്വീകരിക്കാം. വിവരം മാതാപിതാക്കളുമായി പങ്കുവെച്ച് അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ എന്തിനേറെ പറയണം, റമദാൻ 16-ാം ദിവസം, അഥവാ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയം ഈ കുട്ടികൾ 2 പേരും തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് 2 പേരും ആ കുളത്തിൽ മുങ്ങി മരിക്കുകയാണ്. വല്ലാത്ത വിഷമമായി നാട്ടുകാരെല്ലാവർക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2 കുട്ടികളായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ ഈ 2 മക്കളെയും മറവ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വലിയ പ്രയാസമാണ് ഉണ്ടായത്. തൻ്റെ മകൻ മരിച്ചതിൽ മാനസികമായി തകർന്നപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് പോവുകയുണ്ടായി, മാതാപിതാക്കളുടെ അടുത്തേക്ക്. പക്ഷേ എന്നിട്ടും ഒരു സമാധാനമില്ലാതെ ഇരിക്കെ അദ്ദേഹം മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുകയാണ്, എനിക്ക് സമാധാനം കിട്ടുന്നിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരും സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ജോലിയും അന്വേഷിച്ചുകൊണ്ട് വേറെ ഏതൊക്കെ നാട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഭാര്യയ്ക്കും ഇതേപോലെ മാനസിക പ്രശ്നം, സ്വന്തം മകൻ മരിച്ചതിലുള്ള ദുഃഖം, അങ്ങനെ ടെൻഷനടിച്ച് അവർ മരണപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ഭാര്യയും മകനും നഷ്ടപ്പെട്ട അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ഒരാൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നിൻ്റെ മകൻ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ നിനക്ക് ചെയ്തുകൂടെ, നിനക്ക് ഇസ്ലാം സ്വീകരിച്ചുകൂടെ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ തൻ്റെ മകൻ്റെ ആഗ്രഹ സാഫല്യം എന്നോണം 1997-ൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നു, അമ്മാവനുമായി ബന്ധപ്പെടുന്നു, അവരോടൊക്കെ വിഷയങ്ങൾ പറയുന്നു. അങ്ങനെ അവരും ഇസ്ലാമിലേക്ക് വരുന്നു. ഉപ്പാക്ക് അബ്ദുള്ള എന്നും ഉമ്മാക്ക് ആമിന എന്നും പേര് കൊടുക്കുന്നു. അമ്മാവൻ ഷാഹുൽ ഹമീദ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇദ്ദേഹം മുഹമ്മദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതെല്ലാം ഈ ഒരൊറ്റ കുഞ്ഞുമോൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടതുപോലെ അവനിലൂടെയാണ് അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകിയത്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളുടെ നാട്? തൃശ്ശിനാപള്ളി. നേരത്തെ നിങ്ങളുടെ പേരെന്തായിരുന്നു? സുബ്രഹ്മണ്യം അല്ലേ? പിന്നെ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം? എന്ന് വെച്ചാൽ എൻ്റെ ആദ്യം ഒരു മകനുണ്ടായിരുന്നു. പക്ഷേ ആദ്യം കല്യാണം കഴിച്ച ഭാര്യ എൻ്റെ അടുത്ത് ഒരു ഒറ്റാൻകുട്ടിയായിരുന്നു. 1992 ജൂലൈ മാസം. പിന്നെ അവിടെ 16-ാമത്തെ നോമ്പിലാണ് 92 മരിച്ചത്. 16-ാമത്തെ നോമ്പിൽ ഒരു ബുധനാഴ്ച പോയിട്ട് അവന് സീരണിയൊക്കെ വാങ്ങിയിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പോന്നപ്പോൾ 2 കുട്ടികളായിരുന്നു. ഒന്ന് അളിയൻ്റെ കുട്ടിയും എൻ്റെ കുട്ടിയും. ആ 2 കുട്ടികളും വെള്ളത്തിൽ ഒടുങ്ങി മരിച്ചപ്പോൾ വെള്ളിയാഴ്ച 16-ാമത്തെ നോമ്പിലാണ് മരിച്ചത്. ആ കുട്ടികളെ തലേദിവസം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൻ പറഞ്ഞു നമ്മൾ ഇസ്ലാത്തിൽ പോകണം,
ഇസ്ലാം മതം സ്വീകരിക്കണം, നമ്മളെ നല്ല രീതിയിൽ സ്വർഗം കിട്ടിയിട്ട് അങ്ങനെ പോകണോ, കുട്ടികളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പുറത്തുള്ള കുട്ടികളൊക്കെ ഇസ്ലാമിലുള്ള കുട്ടികളൊക്കെ. അപ്പോൾ മുസ്ലിമായ കുട്ടികളെ പറഞ്ഞപ്പോൾ അവനക്ക് ഒരു വലിയ ബുദ്ധിയായി. അങ്ങനെ ഇസ്ലാം മതത്തിൽ പിന്നെ അവന് ഒന്ന് പോവാ തൊപ്പി വെച്ചിട്ട് മതി, നമ്മളിങ്ങനെ പോയില്ലെങ്കിൽ കുറ്റം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇല്ല വെച്ച് നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ നീ ചെയ്യാൻ പോണേ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഒരു 16-ാമത്തെ നമുക്ക് വാങ്ങി കൊടുക്കുന്ന സമയത്താണ് കുട്ടി മരിച്ചത്. ആ കുട്ടി മരിച്ച ശേഷമാണ് പിന്നെ വെള്ളത്തിൽ വീണിട്ടാണ് മരിച്ചത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ 1997 പോയിട്ട് മുസ്ലിം ആയത്. 1997 ജൂലൈ മാസമാണ് ഇറങ്ങിയത്. 2 മാസം കോഴിക്കോട് തരീഖത്ത് ഇസ്ലാം സഭയിലാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് 10-27 കൊല്ലമായിട്ട് ഇപ്പം ഇങ്ങനെ ജീവിച്ച് പോകുന്നു. വലിയ മാറ്റമൊന്നുമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ കാരണം കൊണ്ടാണ് കാരണം കൊണ്ടാണ് ഇസ്ലാം മതത്തിൽ വരാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ അവന് വലിയൊരു താല്പര്യമായിരുന്നു പക്ഷേ ഇസ്ലാമിൽ പോകണമെന്ന്. 6 വയസ്സ് പ്രായം. അവൻ്റെ പേര് പാർത്ഥിവനായിരുന്നു. ഒരുത്തൻ്റെ പേര് അളിയൻ്റെ കുട്ടി പേര് പിന്നെ പാണ്ഡ്യനായിരുന്നു. അങ്ങനെ കുട്ടികളായിട്ട് മരിച്ച ശേഷമാണ് നമ്മൾ ഇങ്ങനെ കൂടിയത്. അപ്പം അങ്ങനെ അവരങ്ങനെ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുട്ടികളുണ്ട്. നാളെ ഇൻഷാല്ലാ നമുക്കത് പഠിച്ചു തന്നത് വലിയ ഹൈറാണ്. ആ കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു. മരണപ്പെട്ടു. അതിനുശേഷം കല്യാണം കഴിച്ച് പിന്നെ കുട്ടികൾ ആയ രീതിയിൽ നല്ല രീതിയിൽ കഴിഞ്ഞ് പോകണം. ഇൻഷാല്ലാ വീടും പേരെയും കൂടി ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ 3 മക്കളുള്ളത്. 3 മക്കൾ. 3 മക്കൾ. 2 സ്ത്രീ പെൺകുട്ടികളും ഒരാൺകുട്ടി. ഇപ്പോൾ താമസിക്കുന്നത് മുഹമ്മദാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മ വരുന്ന ആളുകൾ പിന്നെ 97 കൂടി അവർ 99 വന്നു. 99 വന്നിട്ട് അവർ 2007 വരെ അമ്മ മരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചിട്ട്. വാപ്പയുടെ പേര് അബ്ദുള്ള, ഉമ്മയുടെ പേര് ആമിന, അമ്മാവിൻ്റെ പേര് പിന്നെ ഷാഹുൽ ഹമീദ്. അങ്ങനെ കൂടിയിരുന്നു. അപ്പോൾ അവരൊക്കെ തമിഴ്നാട്ടിലെ കൊണ്ട് മറവ് ചെയ്തത് അവിടെ നിന്ന് മരിച്ച ശേഷം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം പാർത്ഥിവൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുത്തു. അവന് നമുക്ക് ഇങ്ങനെ ഇസ്ലാം മതത്തിൽ വരാനുള്ള ഒരു സാധ്യത ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ മകനായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ ആ കുട്ടിയും നമുക്കൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ കൂട്ടട്ടെ. അല്ലാതെ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.